ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് RBCയിലെ MCV MCH വാല്യൂസ്. RBCയിലെ MCV MCH PCV പോലെ തന്നെ MCV MCH വാല്യൂ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അതിൽ ആദ്യത്തെ MCV എന്ന് വെച്ചാൽ PCV പോലെ തന്നെ RBCനെ മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് MCV. RBC എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ആവറേജ് എത്രയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നൊരു വാല്യുവേഷനാണ് MCV എന്ന് പറയുന്നത്. വാട്ട് ഈസ് MCV? മീൻ കോർപ്പസ്കുലാർ വോളിയം. MCVൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മീൻ കോർപ്പസ്കുലാർ വോളിയം ആണ് MCVൻ്റെ ഫുൾ ഫോം. മീൻ കോർപ്പസ്കുലാർ വോളിയം. MCV മെഷർ ദ ആവറേജ് റെഡ് ബ്ലഡ് സെൽ വോളിയം. MCV മെഷർ ചെയ്യുന്നത് ആവറേജ് ബ്ലഡ് സെൽ, ബ്ലഡ് സെല്ലിൻ്റെ ആവറേജ് വോളിയം ആണ് MCV മെഷർ ചെയ്യണത്. പിന്നെ എക്സ്പ്രസ്ഡ് ആസ് ഫെംറ്റോലിറ്റർ. ഫെംറ്റോലിറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുക, MCVനെ എക്സ്പ്രസ് ചെയ്യാം. MCV എത്രത്തോളം ഫെംറ്റോലിറ്ററിലും ക്യൂബിക് മൈക്രോൺസിലുമാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക. ഇത് റിസൾട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് ഇതിലായിരിക്കും എഴുതുക, എക്സ്പ്രസ് ചെയ്യണത്. ദ നോർമൽ വാല്യൂ ഫോർ MCV ഈസ് ബിറ്റ്വീൻ 80 to 96 ഫെംറ്റോലിറ്റർ. 80 to 96 അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. MCVയുടെ നോർമൽ വാല്യൂ. ഇറ്റ് റെപ്രസെൻറ്റ് ദ ആക്ച്വൽ സൈസ് ഓഫ് RBC. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് RBCൻ്റെ ആക്ച്വൽ സൈസ് എത്രയാണോ സൈസ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ MCV കണ്ടുപിടിക്കുക. അപ്പോൾ ലോ വാല്യൂസ് ഓഫ് MCV ഇൻഡിക്കേറ്റ് സ്മോൾ സൈസ് ഓഫ് RBC. സ്മോൾ സൈസ് ഓഫ് RBC ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ സൈസ് ഓഫ് RBC ആണെങ്കിൽ എന്താണ്, മേ ബി MCVൻ്റെ വാല്യൂ ലോ ആയിരിക്കും. അതേസമയം ലാർജ് സൈസാണ് RBC എങ്കിൽ MCVൻ്റെ വാല്യൂ ഹൈ ആയിരിക്കും. അങ്ങനെയാണ് സൈസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് MCV കണക്കാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, സൈസ് സ്മോൾ ആണെങ്കിൽ MCVൻ്റെ വാല്യൂ എന്താവും, കുറയും, ലോ ആവും. സൈസ് ലാർജ് ആണെങ്കിൽ MCVൻ്റെ വാല്യൂ ഹൈ ആവും. അപ്പോൾ ഇതാണ് MCV. അതിൽ MCV എങ്ങനെയാണ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. MCV മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് മെഷർ ഡയറക്റ്റ്ലി ഫ്രം ഓട്ടോമാറ്റഡ് ഹെമറ്റോളജി അനലൈസർ. ഡയറക്റ്റ്ലി നമുക്ക് അനലൈസറിലും ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസറിലും ചെക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ മെത്തേഡാണ് MCV കണക്കാക്കാനുള്ള കാൽക്കുലേഷൻ മെത്തേഡ്. HCT % ഡിവൈഡ് ബൈ RBC കൗണ്ട് X × 10. അപ്പോൾ HCT എന്ന് പറഞ്ഞാൽ വോളിയം പെർസെൻറ്റേജ് ഓഫ് RBCs ടു ദ ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ്. ഒരു ബ്ലഡിലെ ടോട്ടൽ വോളിയത്തിലെ RBC സെൽസിൻ്റെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ഉണ്ടോ അത് മാത്രം എഴുതുക. അതിപ്പോൾ HB ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ ഫുൾ വോളിയത്തിൽ എത്ര പെർസെൻറ്റേജ് എന്ന് അറിയും, അത് എഴുതുക. പിന്നെ RBC കൗണ്ടിന് X മില്യൺ പെർ മൈക്രോ ലിറ്ററിൽ X കൂടെ ചേർത്തിട്ട് എത്ര കൗണ്ട് ഉണ്ടോ അതിൻ്റെ കൂടെ X ചേർത്തിട്ട് മൈക്രോ ലിറ്ററിൽ എഴുതുക, × 10 ചെയ്യുക. അതാണ് MCVൻ്റെ വാല്യൂ, MCV മെഷർ ചെയ്യുന്നത്. ദ റിസൾട്ട് വിൽ ബി ഒബ്റ്റെയിൻഡ് ഇൻ ഫെംറ്റോലിറ്ററിലായിരിക്കും MCV നമ്മൾ മെഷർ ചെയ്യുക. അല്ലെങ്കിൽ MCV നമ്മൾ എഴുതുമ്പോൾ ഫെംറ്റോലിറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുക. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ റിസൾട്ട് കൊടുക്കുമ്പോൾ സമയത്ത് ഫെംറ്റോലിറ്ററിലായിരിക്കും എഴുതുക. അപ്പോൾ MCV കണക്കാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് MCV = HCT % ഡിവൈഡ് ബൈ RBC കൗണ്ട് X × 10. HCT % RBCൻ്റെ എത്ര പെർസെൻറ്റേജോ അത് ഡിവൈഡ് ബൈ RBCൻ്റെ എത്ര കൗണ്ടാണോ എന്ന് മൈക്രോ പെർ ലിറ്ററിൽ എഴുതുക, അതിനെ X ചേർത്ത് ചെയ്ത് × 10 ചെയ്യുക. × 10 ചെയ്യുമ്പോഴാണ് MCV എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ, നമ്മൾ കണക്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു ഇക്വേഷൻ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അടുത്തത് MCVൻ്റെ കണ്ടീഷൻ ലോ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രോഗങ്ങളിലെ MCV എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെല്ലിൽ MCV പറയുന്നത് അത് ലോ ആയിക്കഴിഞ്ഞാൽ, MCVൻ്റെ കണ്ടീഷൻ ലോ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് തലാസീമിയ, ലീഡ് പോയ്സണിങ്, ക്രോണിക് കണ്ടീഷൻ,
such a chronic infection, inflammation. ഇത് ഇൻഫ്ലാമേഷൻ ഓർ ക്യാൻസർ. ഇത് എന്താണ് എന്നുള്ളത്, ഏതാണ് പേര് മാത്രം, ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. ഇത് എന്താണെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പേരുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. എന്താണ് ഈ MCVൻ്റെ കണ്ടീഷൻ ലോ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, MCV എന്ന് പറയുന്നത് ആ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ റെഡ് ബ്ലഡ് സെല്ലിന് ലോ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആദ്യത്തെ തലാസീമിയ, ലീഡ് പോയ്സണിങ്, ക്രോണിക് കണ്ടീഷൻ സച്ച് ആസ് ക്രോണിക് ഇൻഫെക്ഷൻ, ഇൻഫ്ലാമേഷൻ ഓർ ക്യാൻസർ, അയൺ ഡെഫിഷ്യൻസി അനീമിയ, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, കോപ്പർ ഡെഫിഷ്യൻസി, ഗ്ലാൻഡ് സെൽ ആർത്രൈറ്റിസ്, മാൽന്യൂട്രീഷൻ അത്രയാണ് കണ്ടീഷൻ ലോ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻ. ഇനി MCV ഹൈ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻ. MCV ഹൈ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, ലിവർ ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം. ഇതിലും സെയിം അതേപോലെ തന്നെ എന്താണെന്ന് 4-5 മാത്രം ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ലിവർ ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം, വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, ലിവർ ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം, പിന്നെ അപ്ലാസ്റ്റിക് അനീമിയ, മെഗോബ്ലാസ്റ്റിക് അനീമിയ, effect of some drugs such as methotrexate, phenytoin or mecraptopurine, post-splenectomy. ഇത്രയാണ് MCV ഹൈ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ MCH. ഇപ്പം നമ്മൾ പറഞ്ഞത് MCV റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആവറേജ് കണക്കാക്കുന്നതാണ് MCV എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി MCH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ. എത്രത്തോളമാണ് അളവ് എന്നുള്ളതാണ് കോർപ്പസ്കുലാറിൻ്റെ മീനിങ്. അപ്പോൾ ഈ എന്താണ് ഹീമോഗ്ലോബിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് MCH. ഇറ്റ് ഓൾസോ കോൾഡ് മീൻ സെൽ ഹീമോഗ്ലോബിൻ. എന്തും വിളിക്കുന്നുണ്ട്, മീൻ സെൽ ഹീമോഗ്ലോബിൻ എന്നും വിളിക്കുന്നുണ്ട് ഇതിനെ. ഇറ്റ് ഈസ് ആവറേജ് മാസ് ഓഫ് ഹീമോഗ്ലോബിൻ പെർ RBC. RBCയിൽ എത്രത്തോളം ഉണ്ടെന്നാണ്, ആവറേജ് എത്രത്തോളം ഉണ്ട് ഓഫ് ഹീമോഗ്ലോബിനിൽ RBC എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അല്ല ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ RBC തന്നെയാണ്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, RBC സെൽസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ആവറേജ് കണക്കാക്കുക. ടു കാൽക്കുലേറ്റ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ MCHൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ HG ഇൻ gram per DL divided by RBC count X into 10. RBC count X million per microliterൽ X ചേർത്ത് ചെയ്താൽ നോർമൽ MCHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ 27 to 31 മൈക്രോഗ്രാം പെർ സെല്ലാണ്. അപ്പോൾ അതൊരു കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിനാന്ന് പറഞ്ഞു, മീൻ സെൽ ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നു പറഞ്ഞു. ആവറേജ് മാസ് ഓഫ് ഹീമോഗ്ലോബിൻ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ആവറേജ് കണ്ടുപിടിക്കലാണ് MCHൻ്റെ ജോലി. അത് കാൽക്കുലേഷൻ ചെയ്യുന്നത് MCHനെ HG ഇൻ gram per DLലും ഡിവൈഡ് ബൈ RBC കൗണ്ട് ഇൻറ്റു 10. അങ്ങനെയാണ് നമ്മൾ MCH കണക്കാക്കുന്നത്.
അങ്ങനെയാണ്. RBC കൗണ്ട് എക്സ് മില്യൺ പെർ മൈക്രോ ലിറ്ററിലും പുട്ടിൻ ദ നമ്പർ എക്സ് കൂടെ ചേർത്ത് എഴുതിയിട്ട് നോർമൽ MCH വാല്യൂ ഈസ് ഹ്യൂമൻ ഈസ് 27 to 31 പൈക്കോഗ്രാം പെർ സെല്ല്. ഇതാണ് MCHൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ MCVൻ്റെ വാല്യൂ പറഞ്ഞു, MCV എങ്ങനെ കണക്കാക്കണമെന്ന് പറഞ്ഞു, അതിൻ്റെ ലോയും ഹൈയും പറഞ്ഞു. അതുപോലെ തന്നെ MCV എന്താണെന്ന് പറഞ്ഞു, MCV കണക്കാക്കുന്ന ഒരു ഇക്വേഷനും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷനിൽ തന്നെ ലോ ആയിക്കഴിഞ്ഞാൽ MCV ലോ ആയിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ MCH ലോ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. 2-3 കണ്ടീഷൻസ് നോർമലി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ്. എല്ലാം നോക്കണം, ഏത് വരുമെന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം നോക്കണം. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. എന്താണെന്നുള്ള അറിയില്ലെങ്കിലും എന്താണെന്ന് ജസ്റ്റ് പേരുകൾ മാത്രം നോക്കി വയ്ക്കുക. റെഡ്യൂസ്ഡ് സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ, മൈക്രോസൈറ്റിക് അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ, തൽസീമിയ, ഹൈപ്പോക്രോമിയ. Red blood cells have less color than normal. Red blood cell have less color than normal. പിന്നെ lead poisoning, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. പിന്നെ അതും കൂടാതെ ഫോളേറ്റഡ് ഓർ വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി. ഇത്രയാണ് MCV ലോ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ്. മാൽന്യൂട്രീഷനും ഒരു കണ്ടീഷൻ തന്നെയാണ്. മാൽന്യൂട്രീഷനും MCH ലോ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു തരം കണ്ടീഷൻസാണ്. മാൽന്യൂട്രീഷൻ, ഫ്ലോറ്റ് ഓർ വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, ലീഡ് പോയ്സണിങ്, ഹൈപ്പോക്രോമിയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇനി ഹൈ ആയിക്കഴിഞ്ഞാൽ കണ്ടീഷൻ ഹൈ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ, MCH കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥകളാണ് മൈക്രോസൈറ്റോസിസ്, ഹീമോക്രോമാറ്റോസിസ്. ഏതൊക്കെയാണ്? മൈക്രോസൈറ്റോസിസ് ഉണ്ട്, ഹീമോക്രോമാറ്റോസിസ് ഉണ്ട്, ലിവർ ഡിസീസ് ഉണ്ട്, പിന്നെ ഓവർ ആക്ടിങ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ളവർക്കും MCV ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. ഓവർഡോസ് ഓഫ് ഈസ്ട്രോജൻ കൂടിയാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MCHൽ ഹൈ ആയിക്കഴിഞ്ഞാലും ലോ ആയിക്കഴിഞ്ഞാലും ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻ, കുറച്ച് കാര്യങ്ങൾ എല്ലാം പഠിക്കുക, നോക്കി വയ്ക്കുക. ഓക്കെ, താങ്ക്സ് ടു ഓൾ.